കൊല്ലം പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് ഭക്തർക്ക് വിവിധ സേവനങ്ങളുമായി ദേശീയ സേവാ ഭാരതി. ക്ഷേത്ര പരിസരത്തെ വൈദ്യസഹായ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വിവിധ വൈദ്യസഹായങ്ങളും ഒപ്പം ആംബുലൻസ് സൗകര്യവും കുടിവെള്ളവും ഉണ്ടാകും. സേവാഭാരതി ജില്ലാ രക്ഷാധികാരിയും മെഡിട്രീന ഹോസ്പിറ്റൽ MD-യുമായ ഡോക്ടർ പ്രതാപ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഞ്ജു പ്രതാപ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C. ബാബു, RSS ഉത്തര കേരള സേവാ പ്രമുഖ് MC വത്സൻ, ജില്ലാ സംഘചാലക് R. മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ മേഖലകളിലും സേവാഭാരതി സജീവമായി ഉണ്ടാകുമെന്ന് ഡോക്ടർ പ്രതാപ് കുമാർ പറഞ്ഞു. ഈ സഹായം എല്ലാവർക്കും, അതായത് സേവാഭാരതിയുടെ സഹായം എന്ന് പറയുന്നത് ആരോഗ്യ വിഭാഗം ഒരു ഭാഗം മാത്രമാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ആരോഗ്യ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സേവാഭാരതിയുടെ സഹായം. അതിൽ എല്ലാ നമ്മൾ ഏറ്റവും കിടപിടിച്ച് നിൽക്കുന്ന സന്നദ്ധ സംഘടന ഇന്ന് സേവാഭാരതിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സന്നദ്ധ സംഘടനയ്ക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, സുനാമിയിലായാലും അല്ലെങ്കിൽ നമ്മളെ ഈ മലയോര ഭാഗത്തുണ്ടായ വെള്ളപ്പാച്ചിലായാലും സേവാഭാരതി തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന അർത്ഥമില്ല, ഇന്ന് കാണേണ്ടതായി വരുന്ന അവസ്ഥ എത്തുന്നു. പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ ഈ ദേവിയുടെ മുന്നിൽ ഇതൊന്നും ആവശ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു കൈത്താങ്ങ് സഹായം ചെയ്യാൻ സേവാഭാരതി എന്നും മുന്നിലുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ നടക്കുന്നത്.